ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലെക്സ് ഫ്രീഡ്മാൻ നൽകിയ ഒരു പോഡ്കാസ്റ്റാണ് നമ്മുടെ മൂന്നാമത്തെ വിഷയമായി വന്നിരിക്കുന്നത്. പല കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഏകദേശം 3 മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ ആ പോഡ്കാസ്റ്റ് നീണ്ടുപോയി. പല കാര്യങ്ങളെന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ അതിരൂക്ഷമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്, അതുപോലെ അമേരിക്കയെ ചേർത്ത് പിടിക്കുന്നുണ്ട്, ചൈനയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഗോദ്ര കലാപത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പോഡ്കാസ്റ്റിൽ പരാമർശിക്കുകയുണ്ടായി. സങ്കല്പിക്കാനാകാത്ത വലിയ ദുരന്തമായിരുന്നു ഗോദ്ര കലാപം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ തന്നെ തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആ വിഷയം കൂടിയാണ് ഇന്നിപ്പോൾ പരിശോധിക്കുന്നത്. അജിം സർ, ആ പോഡ്കാസ്റ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിമർശനമാണ് ജനാധിപത്യത്തിൻ്റെ ആത്മാവ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മ വന്നത് മീഡിയ വണ്ണ ബാൻ ചെയ്ത വിഷയമൊക്കെയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ 3 മണിക്കൂർ നീണ്ട പോഡ്കാസ്റ്റിനെ കാണുന്നത്? അദ്ദേഹം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അദ്ദേഹം പോഡ്കാസ്റ്റുകൾ അനുവദിക്കുന്നത് ഇപ്പോൾ തോന്നുന്നു. കാരണം ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ 2ാം വരവിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ അദ്ദേഹത്തിൻ്റെ ഇനാഗുറേഷൻ സെറമണി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ജയത്തിന് പിന്നിൽ തൻ്റെ ഇളയ മകനാണ് എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രായപൂർത്തി പോലും ആകാത്തൊരു ചെറുപ്പക്കാരൻ എങ്ങനെ പങ്കുവയ്ക്കുന്നു എന്നുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നത് പരമ്പരാഗത മാധ്യമങ്ങളെയും ജേർണലിസ്റ്റുകളെയും അവഗണിക്കുക, തെരഞ്ഞെടുപ്പ് പ്രചാരണത്ത് അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുക, അവരോട് സംസാരിച്ചുകൊണ്ട് സമയം കളയാതിരിക്കുക, പകരം യങ് വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ഏറ്റവും നല്ലത് പോഡ്കാസ്റ്റുകളാണ്. അത് ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ പ്ലേ ചെയ്യുന്നതാണ്. കാരണം ഈ യങ് ജനറേഷനൊന്നും ഈ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. യങ് ജനറേഷൻ എപ്പോഴും എന്താണ് പോഡ്കാസ്റ്റാണ് ശ്രദ്ധിക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അപ്പോൾ അതിൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനെ 3 മണിക്കൂറൊക്കെ പോഡ്കാസ്റ്റിൽ നിന്ന് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അവർ പോഡ്കാസ്റ്റിന് വേറൊരു ഗുണം കൂടിയുണ്ട്. അലോസരപ്പെടുന്ന ചോദ്യങ്ങൾ പോഡ്കാസ്റ്റേഴ്സ് ചോദിക്കില്ല. കാരണം ഇദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ഒന്നും അല്ല. റെക്സ് ഫ്രീഡ്മാൻ ഒരു ജേർണലിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു ടെക്കിയാണ്, ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ്. ഇനി AI ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല. അപ്പോൾ അങ്ങനെ ഇരിക്കെ അദ്ദേഹം ചോദിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ധാരണയ്ക്കനുസരിച്ച് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള വാർത്തകൾ, ജിയോ പൊളിറ്റിക്സ്, അതൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കും. സ്വാഭാവികമായിട്ടും ഒരു ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അഭിമുഖം ചെയ്യാൻ വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് പാകിസ്ഥാനെ കുറിച്ചായിരിക്കും. സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെക്കുറിച്ച് ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ചോദിക്കുന്നു, ഗുജറാത്ത് റൈഡിനെ കുറിച്ച്, അതായത് മോദിയെക്കുറിച്ച് ലോകം മുഴുവൻ അറിയാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചൈൽഡ്ഹുഡിനെ പറ്റിയുള്ള ചോദ്യത്തിന് അദ്ദേഹം സാധാരണ പറയാറുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞു. ചെറുപ്പകാലത്ത് ഷൂ ഉണ്ടായിരുന്നില്ല, വെളുത്ത ഷൂ എൻ്റെ അമ്മാവ് വാങ്ങി തന്നു, അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നു. മറ്റൊന്ന് ചോക്ക് കൊണ്ട് പോളിഷ് ചെയ്ത കാര്യം പറയുന്നു. വാഡ്നഗർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം, അതൊരു ബുദ്ധിസ്റ്റ് കേന്ദ്രമായിരുന്നു, ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവിടെ എക്സ്കവേഷൻ നടത്തി, അങ്ങനെയുള്ള വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അലോസരം ഉണ്ടാക്കിയേക്കാവുന്ന ഒരു ചോദ്യം ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. പക്ഷേ അത് അദ്ദേഹം മുമ്പും പല അഭിമുഖങ്ങളിലും മറുപടി പറഞ്ഞിട്ടുണ്ട്. കോടതിയൊക്കെ വെറുതെ വിട്ട കാര്യമല്ലേ, പിന്നെ അതെന്നെപ്പറ്റി തെറ്റായ പ്രചാരണം നടന്നു, പിന്നെ ഗുജറാത്ത് കലാപം അല്ല അവിടെ നടക്കുന്ന ആദ്യത്തെ കലാപം, 1969 6 മാസം നീണ്ടുനിന്ന കലാപം നടന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് ശരിയുമാണ്. ഗുജറാത്ത് നിരന്തരം, പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം നിങ്ങൾ നോക്കുക, 2002 ശേഷം അവിടെ ഒരു കലാപം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കലാപം ഉണ്ടായിട്ടില്ല, ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിന്നീട് കലാപം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഗോദ്ര ട്രെയിൻ അപകടം, ആ ട്രെയിൻ കൂട്ടക്കൊല തീവെപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ തെരഞ്ഞെടുപ്പ് ജയിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഞാൻ മുഖ്യമന്ത്രിയായിട്ട് കുറച്ച് ദിവസമേ ആയിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അവിടെ ഒരു കലാപം നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാനെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനമാണ്. പാകിസ്ഥാനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഞാൻ അധികാരമേറ്റുമ്പോൾ എൻ്റെ സ്വിയറിംഗ് ഇൻ സെറിമണിയിലേക്ക് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സാർക്ക് രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാരെ ക്ഷണിച്ചിരുന്നു. അത് ഞാൻ അവർക്കും നൽകിയൊരു നല്ല ജസ്റ്ററാണ്. പക്ഷേ അവർ എപ്പോഴും ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. ലോകത്തെ എവിടെ തീവ്രവാദവും ഭീകരവാദവും ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ലിങ്ക് പാകിസ്ഥാനിലുണ്ടാവും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത കേസിൽ ബിൻ ലാദൻ വന്ന് അവസാനം വിളിച്ചത് പാകിസ്ഥാനിലല്ലെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിവിശാലമായ ഒരു പോഡ്കാസ്റ്റാണ്. മോദിയെ സംബന്ധിച്ച് ഒട്ടും അലോസരം ഉണ്ടാക്കാത്ത, അദ്ദേഹത്തിന് ഹൃദയം തുറന്ന് 3 മണിക്കൂർ സംസാരിക്കാൻ പറ്റുന്ന, തിരിച്ചു ചോദ്യങ്ങൾ ഉപചോദ്യങ്ങളില്ലാത്ത ഒരു ചോദ്യം ചോദിക്കുന്നു, പിന്നെ അദ്ദേഹത്തിന് പ്രസംഗിക്കാവുന്ന, അത് വളരെ എളുപ്പമുള്ള പണിയാണ്, കുറേ കൂടി പെനിട്രേറ്റിംഗ് ആണ്, കൂടുതൽ ആളിലേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ 10-20 മണിക്കൂർ കൊണ്ട് തന്നെ 10 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ, അതായത് ഈ ഫ്രീഡ്മാൻ്റെ തന്നെ ചാനലിൽ അത് കൂടുതൽ ആൾ കണ്ടിട്ടുണ്ട്. മോദി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് മാധ്യമങ്ങൾ, ഇന്ത്യൻ മാധ്യമങ്ങൾ മുഴുവൻ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ അത് പ്രേരിപ്പിക്കും. കുറേ കൂടി ഒരു അന്താരാഷ്ട്ര റീച്ച് ഉണ്ടാവും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം RSSനെ പറ്റിയുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടിയാണ്. അപ്പോൾ RSSുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി, കാരണം RSS എന്ന് പറഞ്ഞാൽ ലോകവ്യാപകമായ അതൊരു പാരാമിലിറ്ററി റൈറ്റ് വിങ് ഹിന്ദുത്വ ഓർഗനൈസേഷനായിട്ടാണ് പൊതുവെ ആളുകൾ കാണുന്നത്. പക്ഷേ ഫ്രീഡ്മാനോട് മോദി പറയുന്നത് അതൊരു സീക്രട്ട് ഓർഗനൈസേഷനാണെന്നാണ്, ഒരു വിശുദ്ധ സംഘടനയാണ്, അതിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളിലും എനിക്ക് മാറ്റമുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ RSSനെ പുകഴ്ത്തുന്നുണ്ട്.
അതും ലോകം കേൾക്കും. RSSനെ പുകഴ്ത്തുമ്പോൾ മോദി അതിനെപ്പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതും ലോകം കേൾക്കുമെന്ന് മോദി ഓർക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോദി വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയുന്നത് നമ്മൾ കേട്ടു. അത് അദ്ദേഹമല്ല പറയുന്നത്, അത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ AI ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നല്ല വൃത്തിയുള്ള ഡയലക്ട്സിൽ വൃത്തിയായ പ്രൊനൗൺസിയേഷനിൽ വൃത്തിയായ ആക്സെൻറ്റിൽ അദ്ദേഹം ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കാൻ സാധിച്ചു. അതുപോലെ മോദി സംസാരിച്ചതെങ്കിൽ നന്നായിരുന്നു ലോകവേദികളിൽ നിന്നും തോന്നിപ്പോയി. പക്ഷേ അത് 3 മണിക്കൂർ ഇരുന്ന് കേട്ടോ ഇത്? ഇല്ല, മുഴുവൻ കേട്ടില്ല, എന്നാലും പ്രധാന ഭാഗങ്ങളൊക്കെ കേട്ടു. പിന്നെ ഈ കേൾക്കുമ്പോൾ ഒരു കാര്യം, ഇപ്പം 3 മണിക്കൂറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മോദി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇരിക്കാൻ മടിയുള്ള ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഇവിടെ ചിലവന്മാർ. കണ്ടോ മോദി ജി 3 മണിക്കൂറാണ് ഇരുന്ന് കൊടുത്തത് എത്ര ചോദ്യങ്ങൾക്ക്. കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്വേഷ യൂട്യൂബർ ഉണ്ടല്ലോ, കക്ഷിയൊക്കെ അത് വലിയ സംഗതിയാക്കി മാറ്റിയിട്ടുണ്ട് 3 മണിക്കൂർ. അപ്പോൾ അജിംസ് നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കണം. ഒന്നാമത് ഈ ഇൻ്റർവ്യൂ എടുക്കാമെന്ന മനുഷ്യൻ ജേർണലിസ്റ്റ് അല്ല. മോദിയുമായി ബന്ധപ്പെട്ട ഒരു കേരളത്തിലെ ഒരു ശരാശരി പൗരൻ ചോദിക്കാൻ മുന്നോട്ട് വെച്ച് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യവും അദ്ദേഹം ചോദിച്ചിട്ടില്ല. ഒരു ശരാശരി പൗരൻ്റെ ചോദ്യം എന്തായിരിക്കും? അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ വിലയ്ക്ക് കിട്ടിയാൽ പോരല്ലോ, പെട്രോളും ചോദിക്കാമല്ലോ, അല്ലെങ്കിൽ ഒരു വർഷം 2 കോടി തൊഴിലവസരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ, അത് എവിടെയാണെന്ന് ചോദിക്കാമല്ലോ, നോട്ട് നിരോധനം കൊണ്ട് എന്താ ഗുണമുണ്ടായെന്ന് ചോദിക്കാമല്ലോ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം. അത്തരം ഇന്ത്യയുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളൊന്നും ചോദിക്കാത്ത ഒരു അപ്പർ ക്ലാസ് ഇൻ്റർവ്യൂ ആണ് ഈ നടന്നതെന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചൈനയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രശ്നമുണ്ട്. സത്യത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം വളരെ സീരിയസ് ആയിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ചൈനീസ് അധിനിവേശവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അതിനെക്കുറിച്ച് മോദിയെ ഡിസ്റ്റേബ് ചെയ്യുന്ന ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കിഴക്കൻ ലഡാക്കിൽ വലിയ തോതിൽ ചൈന ഗ്രാമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് കാണുന്നില്ല എന്ന രണ്ടാമത്തെ ഉപചോദ്യമില്ല. ചൈനയുമായി ബന്ധപ്പെട്ട പ്രശ്നം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ചൈനയും ഞങ്ങളും തമ്മിലുള്ളത് 2 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, ഈ 2 രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമുണ്ടായാൽ അത് ഏഷ്യയ്ക്ക് തന്നെയും ഗുണമുണ്ടാക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് കൂളായി പോയി പറഞ്ഞ് അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതേസമയം അദ്ദേഹം പാകിസ്ഥാനെ വലിയ ഭാഷയിൽ വിമർശിക്കുന്നു. പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന അതേ സെക്യൂരിറ്റി ത്രെട്ട് നിങ്ങൾക്ക് ചൈന ഉണ്ടാക്കുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായി വരേണ്ടതാണ്. ആ ചോദ്യം ഉയർത്തിയിട്ടില്ല. ആ നിലക്കുള്ള ഒരു മറുപടി അദ്ദേഹം ചൈനയുമായി ബന്ധപ്പെട്ട് എവിടെ ഉന്നയിക്കുന്നുമില്ല എന്ന് പ്രത്യേകം കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ഇൻ്റർവ്യൂവിൽ എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോദിയുടെ മുമ്പിലേക്ക് വന്നു, അതിനെല്ലാം മോദി സധൈര്യം നേരിട്ടു എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ നേരത്തെ ഫിക്സ് ചെയ്ത സ്വഭാവത്തിലുള്ള ഇൻ്റർവ്യൂ ആണ് സാധാരണയ്ക്ക് മോദി കൊടുക്കുക. ഇതും അതുണ്ടായി കാണാനുള്ള സകല സാധ്യതയുണ്ട്. കാരണം ഇദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ്, വിൽക്കാൻ പറ്റിയ പ്രോഡക്റ്റാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആൾക്ക് വേണ്ടത്. അപ്പോൾ അയാൾ ഏത് തരത്തിലുള്ള സംഗതികളും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിരിക്കും. അദ്ദേഹത്തിനെയും പൊളിറ്റിക്കലല്ല, ജേർണലിസ്റ്റ് ഒന്നുമല്ല. സോ അങ്ങനെ ആവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. ഇപ്പോൾ അതിനകത്ത് ഗോദ്രയുടെ കാര്യമാണ് മോദി പറഞ്ഞത്. ഗോദ്ര ഭയങ്കരമായിട്ടുള്ള ഷോക്കിംഗ് ഇൻസിഡൻ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ ഗോദ്രയ്ക്ക് ശേഷം ശരിയാണ്, ഗോദ്രയിൽ ആളുകൾ കൊല്ലപ്പെട്ട ഷോക്കിംഗ് ഇൻസിഡൻ്റാണ്, മനുഷ്യത്വമുള്ള ആരെയെ സംബന്ധിച്ചും ഷോക്കിംഗ് ഇൻസിഡൻ്റാണ്. അതിനുശേഷം ഗുജറാത്ത് കലാപത്തിലുണ്ടായിട്ടുള്ള മരണത്തിൽ 10,000 ആൾക്കാർ മരിച്ചു. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോദി ഷോക്കിംഗ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. ആളുകൾ കത്തിക്കരിഞ്ഞു പോയ സംഭവം വേദനാജനകമാണെന്ന് പറയുമ്പോൾ ഇക്സാൻ ജഫ്രിയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അഭയത്തിന് കയറുന്ന മുഴുവൻ മനുഷ്യരെയും കൊന്ന് കത്തിച്ച് കളഞ്ഞതിനെക്കുറിച്ച് ഓർക്കാൻ മോദി തയ്യാറാവുന്നില്ല. എന്ന് മാത്രമല്ല, അത് അപ്പോൾ ഉണ്ടായൊരു സംഭവം മാത്രമല്ല, കശ്മീരിലെ നിയമസഭ ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടു, കാണ്ഡഹാർ വിമാനത്തിൽ റാഞ്ചലുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രത്യേക വികാരം സമൂഹത്തിൽ ഇങ്ങനെ കത്തി നിന്നിരുന്നു. അപ്പോൾ പിന്നെ ഒരു ചെറിയ തീക്കൊള്ളി മതിയായിരുന്നു എല്ലാം കത്താൻ. അങ്ങനെ സംഭവിച്ചതാണത്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കെതിരെ ഒരു പൊതുവികാരം ഉണ്ടായിരുന്നു, ആ പൊതുവികാരം അതിൻ്റെ പരമാവധിയിൽ പ്രവർത്തിച്ചു എന്ന് കാണേണ്ടി വരും എന്ന് അതിനെ ലഘൂകരിക്കുകയും ഇപ്പുറത്ത് ഗോദ്രയിലുണ്ടായിട്ടുള്ള തീപിടുത്തം ഭയങ്കരമായി ഷോക്കിംഗ് ആയിരുന്നു പറയുകയും ചെയ്യാം. പണ്ട് അദ്ദേഹം പറഞ്ഞുള്ള ഒരു നായ്ക്കുട്ടി എൻ്റെ വാഹനത്തിനടിയിൽ കുടുങ്ങിയാൽ പോലും എനിക്ക് സങ്കടം ഉണ്ടാവും എന്നാണ് അദ്ദേഹത്തോട് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ മറുപടി. അപ്പോൾ നരേന്ദ്രമോദി ഏതൊക്കെ തരത്തിലുള്ള വലിയ മാനവിക സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാലും, സ്വന്തം പ്രജകളോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാലും, സബ്കാ വികാസിനെക്കുറിച്ച് പറഞ്ഞാലും ഒക്കെയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ 2002 മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ മനസ്സും ഉറങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് ഗോദ്രയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം ഗോദ്രയിലുണ്ടായ വേദനയും ഗുജറാത്തിൽ കുഞ്ഞുങ്ങളടക്കം 10,200 പേര് പിന്നീട് ആ കലാപത്തിൽ ഏകപക്ഷീയമായി കൊലപ്പെടുന്നു, അതിൽ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കാളികളാകുന്നു. ഒരു വിദേശ യൂട്യൂബർ വന്ന് ഇൻ്റർവ്യൂ നടത്തുന്നു, അതേപോലെ വിദേശ മാധ്യമം BBC അതിൽ മോദിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ഡോക്യുമെൻ്ററി ഇതിൽ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർക്കണം. അപ്പോൾ തൻ്റെ പാർട്ടിയും തൻ്റെ ആശയധാരയും ചേർന്ന് നടപ്പിലാക്കിയിട്ടുള്ള ഒരു വലിയ ആക്രമണമാണ്, അല്ലാതെ സാധാരണ ചുമ്മാ കുറേ ഹിന്ദുക്കൾ അപ്രതീക്ഷിതമായി ഇറങ്ങിയതല്ല. ഈ പറയുന്ന BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ മന്ത്രിമാരായിരുന്ന ആളുകളടക്കം ഇതിൽ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട്, ജയിലിൽ പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ ലൂസായി പറഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിവേചന സമീപനം എന്തുമാത്രമുണ്ട്, അത് ഇത്രയും 3ാം ടൈമും പ്രധാനമന്ത്രിയായ ശേഷവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിൽ കാണാൻ കഴിയും. പിന്നെ അദ്ദേഹം വലിയ ധീരമായ നിലപാടുള്ള ആളാണെന്ന് പറയുമ്പോൾ ചൈനീസ് പ്രൊവോക്കേഷനെ കുറിച്ച് അദ്ദേഹത്തിന് ധീരമായിട്ടൊന്നും പറയാനൊന്നുമില്ല. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് എല്ലാവർക്കും കൊള്ളാമെന്നുള്ള പൊതുവായ
ഒരു സംഗതി പറഞ്ഞു പോവുകയാണ്. അപ്പുറത്ത് അദ്ദേഹം പാകിസ്ഥാനെ വിമർശിക്കുന്നുണ്ട്. അതിൻ്റെ അതേ ഭാഷയിൽ അദ്ദേഹം ഇപ്പുറത്ത് ചൈനയെ വിമർശിക്കാൻ തയ്യാറാവുന്നില്ല എന്ന കാര്യം പ്രത്യേകം കാണുന്നുണ്ട്. മോദി എന്തൊക്കെയോ ഒരു വലിയ ചലഞ്ചിങ് ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞു. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ മുഴുവൻ മോദിയുടെ മുമ്പിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കൗതുകത്തിന് ചോദിക്കണ്ടേ, അങ്ങ് എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദമുള്ള നേതാവാണ് അദ്ദേഹം, പഠിച്ചതിനെക്കുറിച്ചൊക്കെ ഇവിടെ വലിയ വിവാദമുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ആ ചോദ്യങ്ങളൊന്നും വന്നില്ലല്ലോ. ഒരുപക്ഷെ അയാൾക്ക് ചോദിക്കാൻ ആഗ്രഹം ഉണ്ടായി കാണും, പക്ഷേ അത് വെട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് മോദിയുടെ ഒരു PR എക്സസൈസ് അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും ഇന്ത്യക്കാരുടെ അടിസ്ഥാന ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട സംഗതികൾ വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശരി.